ബലിപെരുന്നാൾ അവധിക്കും സ്കൂൾ മധ്യവേനൽ അവധിക്കുമൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഉത്തരവാദിത്വമില്ലായ്മ കൂടി ചേർന്നതോടെ ഒമാനിലെ പ്രവാസികൾ പെരുവഴിയിലായി. പ്രവാസികളെ കൊള്ളയടിക്കാനുള്ള സുവർണാവസരം മറ്റ് വിമാന കമ്പനികൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ബജറ്റ് വിമാനങ്ങളിലടക്കം പെരുന്നാൾ അവധിക്കാലത്ത് നാട്ടിൽ പോയി മടങ്ങിവരാൻ വൻ തുകയാണ് നൽകേണ്ടത്. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുമുള്ള നിരക്കുകൾ കുത്തനെ കൂടി. ബജറ്റ് വിമാനങ്ങളിൽ പോലും 200 റിയാലിനടുത്താണ് ഒരു വശത്തേക്ക് മാത്രമുള്ള ടിക്കറ്റ് നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ, ഇൻഡിഗോ എന്നിവയിലെല്ലാം സമാനമാണ് നിരക്കുകൾ. ഒമാൻ എയറിൽ ഇതിനേക്കാൾ ഉയർന്ന നിരക്ക് നൽകണം. പെരുന്നാൾ അവധി ദിനങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് നിരക്കിൽ അല്പമെങ്കിലും ആശ്വാസം. ഒമാനിലെ മിക്ക സ്കൂളുകളിലും അധ്യയനം പുനരാരംഭിക്കുന്നത് ഓഗസ്റ്റ് ആദ്യവാരത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആദ്യവും നാട്ടിൽ നിന്നും തിരിച്ചുവരാൻ വൻ തുക നൽകണം. ബജറ്റ് വിമാനങ്ങൾ തെരഞ്ഞെടുത്താൽ തന്നെ 4 അംഗ കുടുംബത്തിന് 2 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വരിക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.